CSR ഫണ്ട് തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നജീബ് കാന്തപുരം MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പോലീസ് ബാരിക്കേഡുകൾ പ്രവർത്തകർ മറികടക്കാൻ ശ്രമിച്ചു. വൻ പോലീസ് സന്നാഹം MLAയുടെ ഓഫീസിന് മുമ്പിൽ നിലയുറപ്പിച്ചിരുന്നു. ഡോക്ടർ പി സരീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. CSR ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയ പദ്ധതികളുമായി ബന്ധപ്പെട്ട കണക്കുകൾ നജീബ് കാന്തപുരം MLA പുറത്തുവിടണമെന്ന് ഡോക്ടർ സരീൻ ആവശ്യപ്പെട്ടു. MLA നജീബ് കാന്തപുരത്തിന്റെ ഓഫീസിലേക്ക് ചെറുകാട് കോർണറിൽ നിന്നാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാർച്ച് ആരംഭിച്ചത്. നിരവധി ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. MLAയുടെ വസതിക്ക് മുന്നിലെ റോഡിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡുകൾ ചാടിക്കടക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു. ഡോക്ടർ പി സരീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ NGO ഫെഡറേഷനൊപ്പം ചേർന്ന് നജീബ് കാന്തപുരം MLA CRS ഫണ്ട് തട്ടിപ്പിന് കൂട്ടുനിന്നുവെന്ന് ഡോക്ടർ പി സരീൻ ആരോപിച്ചു. അനന്തകൃഷ്ണൻ കേരളത്തിലെ കള്ളനാണെങ്കിൽ നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിലെ കള്ളനാണെന്നും ഡോക്ടർ സരീൻ അധിക്ഷേപിച്ചു. നജീബ് കാന്തപുരം എന്ന് പറയുന്ന MLA അതിസമർത്ഥമായി ഒരു കാര്യം തീരുമാനിച്ചു. കേരളം മുഴുവൻ അനന്തകൃഷ്ണൻ തട്ടിപ്പ് നടത്തിക്കോട്ടെ, കേരളം മുഴുവൻ അനന്തകൃഷ്ണൻ കാട്ടുകള്ളനായി കൊള്ള നടത്തിക്കോട്ടെ, പെരിന്തൽമണ്ണയിൽ ഒരു കൊള്ളക്കാരൻ മതി, ഒരു കാട്ടുകള്ളൻ മതി, ഒരു തട്ടിപ്പിടീരൻ മതി എന്ന് അനന്തു വന്ന് ഈ ബിസിനസ് പ്രപ്പോസൽ, ഞാൻ ഈ വാക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കുക, ഈ ബിസിനസ് പ്രപ്പോസൽ വെച്ചപ്പോൾ തന്നെ നജീബ് കാന്തപുരം MLAക്ക് മണത്തറിയാൻ സാധിച്ചു. നജീബിന് മാത്രമായിരുന്നു ആ ഘ്രാണശക്തി. ഏത് മൃഗത്തിനാണെന്ന് ഞാൻ പച്ചയ്ക്ക് പറയുന്നില്ല, നാട്ടുകാരത് വിളിച്ചോളും ആ പേര്, അത് വഴിയേ. അപ്പൊ നജീബിന് മണത്തറിഞ്ഞത് എങ്ങനെയാ? കാരണം സമാനമായ തട്ടിപ്പ് നജീബ് കഴിഞ്ഞ 1-2 വർഷമായിട്ട് പെരിന്തൽമണ്ണക്കാരുടെ മുന്നിൽ തട്ടിച്ച് നടത്തിക്കൊണ്ടിരിക്കുക. പകുതി വില പദ്ധതി വിവാദമായ സാഹചര്യത്തിൽ MLA കണക്കുകളും ഓഡിറ്റ് റിപ്പോർട്ടും പുറത്തുവിടണമെന്നും ഡോക്ടർ സരീൻ ആവശ്യപ്പെട്ടു. മകന് ലാപ്ടോപ്പിന് വേണ്ടി പണം മടച്ച പുരാമന്തോൾ സ്വദേശി M മുഹമ്മദ് അലിയും യോഗത്തിൽ സംസാരിച്ചു. മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ MLA ഓഫീസ്, നമ്മൾ പണം കൊടുത്തത് MLA ഓഫീസിലാണ്, അല്ലാതെ പച്ചക്കറി കടയിൽ പോയിട്ടോ അല്ലെങ്കിൽ വല്ല സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടല്ല നമ്മൾ പണം കൊടുത്തത്. 21,000 രൂപ MLA ഓഫീസിൽ MLA സ്റ്റാഫ് വാങ്ങി അതിന്റെ റെസീറ്റാണ് തിരിച്ചു തന്നിട്ടുള്ളത്. ഇതിനെതിരെ നിയമ നടപടിക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണ്. അതിന്റെ പരാതി രാവിലെ MLA ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞത് തുക അടച്ച തീയതി മുതൽ 4 മാസത്തിനകം നിങ്ങൾക്ക് ലാപ്ടോപ്പ്, എന്റെ മകൻ +2 വിദ്യാർത്ഥിയാണ്, സയൻസ് വിദ്യാർത്ഥിയാണ്, ലാപ്ടോപ്പ് പഠനത്തിന് ആവശ്യവുമാണ്. ആ രീതിയിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുക്കപ്പെട്ട MLAയുടെ ഓഫീസാണ്. നമ്മൾ ഏതോ പുറത്തു പോയിട്ട് ഒരു കച്ചവട സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലോ പോയി ഒരു രേഖയുമില്ലാതെ കൊടുത്ത തുകയുടെ രസീതി അല്ല നമ്മളിവിടെ വിളിച്ചത് കൊണ്ടുവരുന്നത്. നമ്മളിവിടെ MLA ഓഫീസിൽ കൊണ്ടുപോയി MLA ജീവനക്കാർ ഇതിന് ഉറപ്പ് തന്നിട്ട് ആ രീതിയിലുള്ള ഒരു തുകയാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് എന്റെ കയ്യിലുള്ളത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് M ഷാഹിദ് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി E രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗം K ശ്യാംപ്രസാദ്, ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം KP അനീഷ്, E ഷിജിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇതേസമയം MLAയുടെ ഓഫീസ് വളപ്പിൽ കടന്നതിനും ഓഫീസിന്റെയും MLAയുടെയും വസതിയുടെയും ചുമരിലേക്ക് കരിയോയിൽ ഒഴിച്ചതിനും 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.